മലയോര ജനതയെ വഴിയാധാരമാക്കുന്ന ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ ഇടുക്കിയിൽ UDF സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുന്നു. നവംബർ 20-ന് ചെറുതോണിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് UDF ജില്ലാ നേതാക്കൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റവന്യൂ ഭൂമിയായി അംഗീകരിക്കപ്പെട്ട CHR വനഭൂമിയാണെന്ന് രേഖ സൃഷ്ടിച്ചത് പിണറായി സർക്കാരാണ്. 2018 സെപ്റ്റംബർ 6-ലെ വനംവകുപ്പ് റിപ്പോർട്ട്, 2022 മെയ് 7-ലെ ഗവൺമെന്റ് തീരുമാനം, 2024 ജൂൺ 12-ലെ നിയമസഭാ റിപ്പോർട്ട് എന്നിവയെല്ലാം CHR വനഭൂമിയാണെന്ന് സർക്കാർ അംഗീകരിച്ചതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി വിധിയുണ്ടായിരിക്കുന്നത്. ഈ രേഖകൾ അമിക്കസ് ക്യൂറി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സർക്കാർ അഭിഭാഷകർ എതിർക്കാതിരുന്നത് സർക്കാരിന്റെ നിശബ്ദ അനുമതിയോടെയാണെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വനംവകുപ്പിന്റെ വാർഷിക റിപ്പോർട്ടിൽ ഈ സ്ഥലം വനമാണെന്ന് പറഞ്ഞിരിക്കുന്നു. 2022-ലെ ഗവൺമെന്റിന്റെ തീരുമാനം, 2024-ൽ ഷംസുദ്ദീൻ MLA-ക്ക് കൊടുത്തിരിക്കുന്ന മറുപടി, ഇത്രയും കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ഭൂമിയിൽ CHR ഭൂമിയിൽ പട്ടയം കൊടുക്കുന്നത് തടഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ കൃഷി ഉൾപ്പെടെയുള്ള വാണിജ്യ ഇടപെടലുകൾ നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പറഞ്ഞത്. ഈ കാര്യത്തിൽ സർക്കാർ അഭിഭാഷകർ ഇതിനെ എതിർത്തില്ല എന്നുള്ളതാണ് ഹൈറേഞ്ചിലെ ജനങ്ങളോട് ഈ ഗവൺമെന്റ് കാണിച്ച ഏറ്റവും വലിയ അനീതി. അതാണ് ഈ രേഖകളൊക്കെ വനംവകുപ്പ് ഹാജരാക്കിയപ്പോഴും അങ്ങനെയല്ല, എല്ലാ കാലവും CHR ഭൂമി റവന്യൂ ഭൂമിയായിട്ടാണ് രേഖകളിൽ എന്ന് പറയേണ്ടിയിരുന്ന സർക്കാർ അഭിഭാഷകർ ആ കാര്യത്തിൽ യാതൊന്നും മിണ്ടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ നമ്മുടെ പരിസ്ഥിതിവാദികൾക്ക് അനുകൂലമായിട്ടാണ് ഈ അഭിഭാഷകർ ഗവൺമെന്റ് നിൽക്കുന്നത്. ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നിലപാടുകൾ സ്വീകരിക്കുന്നത്. സർക്കാർ രേഖകൾ തിരുത്തി യഥാർത്ഥ സ്ഥിതി കോടതിയെ ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ കർഷകരെ ഇറക്കിവിടുന്നതിനുള്ള വിധിയായിരിക്കും ഉണ്ടാവുക. സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ നടത്തുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. ഡിസംബറിൽ ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വിചാരണാ സദസ്സുകളും സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.